Last 1 week, political current affairs topics, when I was looking through the most important ones. Two main topics, and I felt that okay, this one needs to be discussed. One, the first one is with respect to the right to be forgotten and the nuances in India. Second one is with respect to the issues of the 130th Constitutional Amendment Bill 2025. So, in today's discussion, we will look into what are the nuances, what are the issues, and what are the things which we should focus. Hello all, myself Manisham Nambiar. I am the faculty for Indian Polity and Governance at Amrita IAS Academy. Welcome to another episode of Weekly Current Affairs from Amrita IAS Academy. So, now let us look into the details of the topics and let us understand how these topics are relevant for our preparation. So, starting with the right to be forgotten. എപ്പോഴും നമ്മളെല്ലാവരും we always want to remember things, right? അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും always focusing on remembering is what we all aspire to. But at the same time, when we are given the right to remember, at the same time, there is a concept known as right to be forgotten. See, right to be forgotten എന്ന് പറയുമ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകുക എന്നുള്ള റൈറ്റ് അല്ല, പകരം instead it is about our right for that others should forget about us. നമ്മളെപ്പറ്റി അവർ മറക്കുക. That is maintaining that piece of anonymity of ourselves in the public. ആൾക്കൂട്ടത്തിൽ നമ്മളുടെ ഡീറ്റെയിൽസ് അൺനെസസറിലി മറ്റുള്ള ആളുകൾ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് റൈറ്റ് ടു ഇറേസ് അവർ നെയിം, റൈറ്റ് ടു ഇറേസ് അവർ പ്രൈവറ്റ് മാറ്റേഴ്സ് ഫ്രം ദ ഡിജിറ്റൽ വേൾഡ് ഓർ മേ ബി ഫ്രം ദ പബ്ലിക് ഡൊമൈൻ. ഇതാണ് സിംപ്ലി സ്പീക്കിംഗ് റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ലുക്ക് ഇൻ ടു ഹൗ ദിസ് ഐഡിയ, ഹൗ ദിസ് പെർട്ടിക്കുലർ റൈറ്റ് ഹാസ് ഇവോൾവ് ഓവർ ടൈം. ഓക്കെ, ഒബ്വിയസ്ലി നമ്മുടെ പൊളിറ്റിയാണ്, നമ്മുടെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ആൻഡ് ഫോർ പ്രിലിംസ് വി നീഡ് ടു ഹാവ് ദാറ്റ് പെർട്ടിക്കുലർ പക്ക ഐഡിയ ഓൺ ഹൗ തിങ്സ് ഇവോൾവ് ഓവർ ടൈം. സോ ടു സ്റ്റാർട്ട് വിത്ത്, ഈ ഒരു ഐഡിയ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എന്ന് പറയുന്ന ഐഡിയ ഇനീഷ്യലി ഒറിജിനേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ലീഗൽ സിസ്റ്റത്തിലാണ്. അപ്പോൾ 2016 ആസ് യു സീ ഇൻ ദ സ്ലൈഡ്, 2016 യൂറോപ്യൻ യൂണിയൻ്റെ ദേ ഹാവ് എ റൂൾ നോൺ ആസ് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ദേ ഹാവ് GDPR, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റൂൾസ്, GDPR. സോറി ഫോർ ദ സ്പെല്ലിംഗ് ഇഷ്യൂ. സോ GDPR എന്നാണ് അവരുടെ റൂളിൻ്റെ പേര്. അപ്പോൾ ഈ GDPRലോട്ട് ഇൻ 2016 ദേ ആഡഡ് എ റൈറ്റ് നോൺ ആസ് റൈറ്റ് ടു ഇറേഷർ. റൈറ്റ് ടു ഇറേഷർ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, റൈറ്റ് ടു ഇറേസ് യുവർ ഡേറ്റ. അതാണ് 2016 അവർ ആഡ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവം? വാട്ട് ദേ ആക്ച്വലി ഗേവ്, വാട്ട് ദ റൈറ്റ് വിച്ച് ദേ ആക്ച്വലി ഗേവ് വാസ് ദാറ്റ്, ഇപ്പം നമ്മുടെയൊക്കെ പേര് ഒരു കേസിലോ ആസ് എ അക്യൂസ്ഡ് ഓർ കൺവിക്റ്റഡ് ഓർ ആസ് എ പേഴ്സൺ ഹു ഹാഡ് ഗിവൺ ദ കംപ്ലൈൻറ്റ് ഓർ മേ ബി ആസ് എ വിറ്റ്നസ്, ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ പേര് ഒരു കേസിലോ എന്തെങ്കിലും മാറ്റേഴ്സിൽ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ ക്യാൻ മേക്ക് എ അപ്പീൽ, മേക്ക് എ റിക്വസ്റ്റ് ടു ദ കൺസേൺഡ് അതോറിറ്റി. എന്നിട്ട് ആ അതോറിറ്റി എന്ത് ചെയ്യും? ദേ വിൽ ചെക്ക് വെദർ യുവർ ആപ്ലിക്കേഷൻ ഈസ് റീസണബിൾ ഓർ നോട്ട്. ആൻഡ് ഇഫ് യുവർ ആപ്ലിക്കേഷൻ ഈസ് റീസണബിൾ ദെൻ ദേ വിൽ ഇറേസ് യുവർ നെയിം. ഇപ്പം എൻ്റെ പേര് മനീഷ്, ഏതെങ്കിലും ഒരു പബ്ലിക് ഡൊമൈനിലുള്ള ഒരു മാറ്ററിൽ ഏതെങ്കിലും ഒരു കേസിലോ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിലോ എൻ്റെ പേരുണ്ടെങ്കിൽ ഞാൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ദേ വിൽ മാസ്ക് മൈ നെയിം. എൻ്റെ പേര് അവർ അതിൽ നിന്ന് മാസ്ക് ചെയ്ത് വയ്ക്കും. പക്ഷെ ആ കേസിന്റെ ഫയൽസ് ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ കേസിലെ ഫാക്ട് ഇല്ലാതാക്കുകയോ അവരവിടെ ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് വാട്ട് ദേ ആർ ആക്ച്വലി ഡൂയിങ് ഈസ് ദാറ്റ് ആരാണിത് ചെയ്തത് എന്നുള്ള ആ ഡേറ്റ ഇറേസ്ഡ് ആയിരിക്കും. സോ ദാറ്റ് അതേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ വിൽ നോട്ട് ബി ഏബിൾ ടു മിസ്യൂസ് ദാറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ പബ്ലിക് ഡൊമൈൻ. ദിസ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഇതാണ് 2016 യൂറോപ്യൻ യൂണിയന്റെ GDPRൽ വന്നിരിക്കുന്ന റൂൾ എന്ന് പറയുന്നത്. ബട്ട് ദെൻ ലേറ്റർ നമ്മൾ ഇന്ത്യയുടെ കേസ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ആ റൂൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഫോളോ ചെയ്തില്ല. പക്ഷെ 2017 ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിലൂടെ നമുക്ക് പുട്ടസ്വാമി ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന പ്രൈവസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജഡ്ജ്മെന്റിൽ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? ദേ ഗേവ് ആൻ ഐഡിയ ദാറ്റ് ഇൻ ഇന്ത്യ right to informational privacy is part of right to privacy and right to privacy is part of Article 21 of the Constitution of India. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21 we have right to life and liberty, and within that the choice of a person to remain private and the choice of a person to protect the matters of privacy
was declared as a fundamental right by the Honorable Supreme Court of India in Justice K.S. Puttaswamy versus Union of India. അപ്പോൾ ആ ഒരു കേസിൽ സുപ്രീം കോർട്ട് മുന്നോട്ട് വെച്ച ഐഡിയ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷണൽ പ്രൈവസി, നമ്മളുടെ ഡേറ്റ, ഈ പറയുന്ന ഡിജിറ്റൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഡേറ്റ ഷുഡ് ബി പാർട്ട് ഓഫ് അവർ പ്രൈവസി. ശരിക്കും ഈ പുട്ടസ്വാമി ജഡ്ജ്മെന്റിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആധാർ കേസാണ്. ആധാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ റിലേറ്റഡ് അല്ലെങ്കിൽ മേ ബി ഒരു ഫാർ റിലേഷൻ വേണമെങ്കിൽ പറയാം. ആധാർ ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ കേസ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ആധാറിൽ നമ്മുടെ ബയോമെട്രിക് ഡേറ്റ, നമ്മുടെ ഫിംഗർ പ്രിന്റ്, നമ്മുടെ റെറ്റിന ഡേറ്റ, അതുപോലെ നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഗാർഡിയന്റെ പേര്, നമ്മുടെ മറ്റ് ഏജ് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വരുന്നുണ്ട്, നമ്മുടെ ഫോൺ നമ്പർ വരുന്നുണ്ട്. അപ്പോൾ ഈ ആധാർ ഡേറ്റ എടുക്കുവാനുള്ള റൈറ്റ് ഗവൺമെന്റിനുണ്ടോ, അല്ലെങ്കിൽ ഈ ആധാർ ഡേറ്റ വെച്ച് ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാം, അതായിരുന്നു പുട്ടസ്വാമി കേസിലെ ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും കണക്ട് ചെയ്ത് സുപ്രീം കോടതി പറഞ്ഞ കാര്യം ഇതാണ്, ഡിജിറ്റൽ പ്രൈവസി, ഡിജിറ്റൽ ഡേറ്റ പ്രൈവസി ഷുഡ് ബി ഗിവൺ ടു പീപ്പിൾ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. മറ്റു പല കാര്യങ്ങളും ആ കേസിൽ പറയുന്നുണ്ട്, ബട്ട് ഫോർ ദ സേക്ക് ഓഫ് മെയിൻറ്റെയിനിങ് അവർ ടോപ്പിക് നമുക്കിപ്പോൾ അതിൽ നിർത്താം. ദെൻ ലേറ്റർ 2021 അപ്പോൾ ഇതിന്റെ പാരലായിട്ട് ഈ റൈറ്റ് ടു പ്രൈവസി ജഡ്ജ്മെന്റ് വരുമ്പോൾ പാരലായിട്ട് തന്നെ ബി.എൻ. ശ്രീകൃഷ്ണ കമ്മിറ്റി റൈറ്റ് ടു പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട കമ്മിറ്റിയാണ് ബി.എൻ. ശ്രീകൃഷ്ണ കമ്മിറ്റി. അപ്പോൾ ശ്രീകൃഷ്ണ കമ്മിറ്റിയുടെ കുറേ റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. അതിൽ ഈവൻ ദോ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലത്തെ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ പറയുന്നില്ലെങ്കിലും ആ കൺസെപ്റ്റ് അവിടെ മെൻഷൻഡ് ആവുന്നുണ്ട്. ദെൻ ലേറ്റർ ഇൻ 2021 ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബൈ അമെൻഡിങ് ദ ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ല, IT റൂൾസ് അമെൻഡ് ചെയ്തുകൊണ്ട് ഡേറ്റ ഫിഡ്യൂഷ്യറീസ്, അതായത് ഈ സോഷ്യൽ മീഡിയ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ ഫിഡ്യൂഷ്യറീസ്. സോ ദീസ് ഡേറ്റ ഫിഡ്യൂഷ്യറീസ് വെർ ഗിവൺ എ റെസ്പോൺസിബിലിറ്റി, അവർക്കൊരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു. എന്താണ് റെസ്പോൺസിബിലിറ്റി? ഇഫ് എ യൂസർ ഈസ് മേക്കിംഗ് എ റിക്വസ്റ്റ് ടു റിമൂവ് എനി ഡേറ്റ വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് പ്രൈവസി മാറ്റേഴ്സ് വിത്തിൻ 24 hours ഇറ്റ് ഷുഡ് ബി റിമൂവ്ഡ് എന്നുള്ളതാണ് IT റൂൾസിൽ വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് സേ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ, അത് മറ്റൊരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു ഫീച്ചർ, മറ്റൊരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ റിപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് പറയാം ദിസ് ഈസ് മൈ പ്രൈവറ്റ് മാറ്റർ, ഇത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, ദാറ്റ് പേഴ്സൺ ഷുഡ് റിമൂവ് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി റിക്വസ്റ്റ് ആർക്കാ പോകുന്നത്? ആ വ്യക്തിക്കല്ല, പകരം ദ റിക്വസ്റ്റ് ഈസ് സെൻഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ ഫിഡ്യൂഷ്യറി. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന അതിന്റെ മാനേജ്മെന്റിനാണ് അതിന്റെ റിപ്പോർട്ട് ചെയ്യുന്നത്. നൗ ഇൻസ്റ്റാഗ്രാം അഡ്മിനിസ്ട്രേഷൻ ഈസ് റെസ്പോൺസിബിൾ ടു റിമൂവ് ദാറ്റ് പെർട്ടിക്കുലർ വീഡിയോ ഫ്രം ദ പ്ലാറ്റ്ഫോം വിത്തിൻ 24 hours. ഇതാണ് IT റൂൾസ് അമെൻഡ് ചെയ്തുകൊണ്ട് 2021 വന്നിരിക്കുന്ന നമ്മുടെ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റർ. ഒബ്വിയസ്ലി റീസണബിൾ അല്ലെ, നമ്മുടെ പ്രൈവറ്റ് മാറ്റേഴ്സ് മറ്റുള്ളവർ എടുത്തിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പബ്ലിക്കായിട്ട് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ, കൺസെന്റ് ഇല്ലാതെ യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഇസ് എ വെരി ഹ്യൂജ് ക്രൈം ആൻഡ് ഇറ്റ് ഇസ് എ ക്ലിയർ വയലേഷൻ ഓഫ് അവർ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ദ റൈറ്റ് ടു പ്രൈവസി. അബ്സല്യൂട്ട്ലി, ഇതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല. സോ പ്രൈവറ്റ് മാറ്റേഴ്സിൽ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണെന്ന് നമ്മുടെ ഗവൺമെന്റ് എഗ്രി ചെയ്യുന്നു, സൊസൈറ്റി എഗ്രി ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റവും എഗ്രി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവരെല്ലാവരും തന്നെ പ്രൈവറ്റ് പേഴ്സണൽ മാറ്റേഴ്സിൽ ഈ പ്രൈവസി എന്ന് പറയുന്ന ഡിജിറ്റൽ പ്രൈവസി ഷുഡ് ബി ഗിവൺ, നോ ഡൗട്ട്, നോ ഡിബേറ്റ്. ഓക്കെ, ബട്ട് ഇവിടെയാണ് നമുക്കിനി അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് അബൌട്ട് യുവർ ഇൻഫർമേഷൻ ഇൻ ദ പബ്ലിക് ഡൊമൈൻ? അപ്പൊ നമ്മള് യൂറോപ്യൻ യൂണിയന്റെ GDPR ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? ഇഫ് മൈ നെയിം ഈസ് പാർട്ട് ഓഫ് എനി ഓഫ് ദ ജഡ്ജ്മെന്റ്സ് ഓഫ് ദ കോർട്ട് ഓർ എനി ഓഫ് ദ ഗവൺമെന്റ് പബ്ലിക് ഡോക്യുമെന്റ്സ് ദാറ്റ് ഷുഡ് ബി ഇറേസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇനി നമുക്ക് വരുന്ന ചോദ്യം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നമ്മുടെ മൻരേഗ പ്രോഗ്രാം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിലൂടെ ഇഫ് ഐ ആം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ വർക്ക് പ്രോസസ്, ആസ് പാർട്ട് ഓഫ് ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോസസ് ഞാൻ അതിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വിൽ ബി ഗിവിംഗ് മീ സം മണി. ഞാൻ അതിൽ പണിയെടുത്തു, അതിനുവേണ്ടി എനിക്ക് തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് എനിക്ക് ക്യാഷ് കിട്ടും. സോ ആർക്കാണ് ഗവൺമെന്റ് ക്യാഷ് കൊടുത്തത് എന്ന് ഗവൺമെന്റ് ഹാസ് ടു റെക്കോർഡ്, സോ ദാറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാനായിട്ട് ഈ പൈസ ഒന്നും വെറുതെ വേസ്റ്റ് ആവുന്നില്ല, പണിയെടുത്ത ആൾ മനീഷിനാണ് കാശ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള രീതിക്കുള്ള റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ബൈ ദ ഗവൺമെന്റ് ആണല്ലോ. അപ്പൊ അതിൽ ആർക്കും സംശയമില്ല. സോ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് റെക്കോർഡ് and maintenance of the parties to the public activities is part of the responsibility of the state. അപ്പോൾ ഇപ്പൊ നിങ്ങൾ
നോക്കുമ്പോൾ എന്താ, ഞാനൊരു ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്നു, ഗവൺമെന്റ് എനിക്ക് ക്യാഷ് തരുന്നു, അത് ഗവൺമെന്റ് പബ്ലിക് ഡൊമൈനിൽ റെക്കോർഡ് ചെയ്യുന്നു. വാട്ട് ഇഫ് ആൻ RTI ആക്ടിവിസ്റ്റ് വാണ്ട് ടു നോ ഹൂ ഹാസ് റിസീവ്ഡ് മണി ത്രൂ ദിസ് പെർട്ടിക്കുലർ പ്രോസസ്? അതായത് ഒരു RTI ആക്ടിവിസ്റ്റിന് തോന്നുവാണ് ആർക്കൊക്കെയാണ് ഗവൺമെന്റ് ക്യാഷ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അയാൾ RTI ഫയൽ ചെയ്യുന്നു. RTI ഫയൽ ചെയ്യുന്നതിലൂടെ സെക്ഷൻ 234 ഈ 3 പ്രൊവിഷൻസും പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷൻ ഇയാൾക്ക് കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നു. സോ നൗ വാട്ട് ഹാപ്പൻഡ്? ഞാൻ പണിയെടുത്തതിന്റെ റെക്കോർഡ് ഗവൺമെന്റ് കീപ്പ് ചെയ്തിരുന്നു. നൗ ഈ റെക്കോർഡ് വേറൊരാൾ ആക്സസ് ചെയ്ത് ആരൊക്കെ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത് എന്നുള്ള ഡേറ്റ അവിടെ കിട്ടുവാണ്. സോ നൗ ദാറ്റ് ഈസ് എ ഡിബേറ്റ്. ഇവിടെ എനിക്ക് റൈറ്റ് ടു പ്രൈവസി ഉണ്ടോ? അപ്പൊ എന്റെ റൈറ്റ് ടു പ്രൈവസി വേഴ്സസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫ് അനദർ പേഴ്സൺ, ഇവിടെയാണ് ഗവൺമെന്റും ജുഡീഷ്യറിയും പബ്ലിക് ഡൊമൈനിലും ഡിവൈഡഡ് ആയിട്ട് നിൽക്കുന്നത്. അതായത് വെദർ പബ്ലിക് ഇൻഫർമേഷൻ ഷുഡ് ഇൻക്ലൂഡ് ദ ഐഡിയൽസ് ഓഫ് റൈറ്റ് ടു പ്രൈവസി, എസ്പെഷ്യലി റൈറ്റ് ടു ബി ഫോർഗോട്ടൺ. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ മാറ്ററിൽ ഇൻ 2022 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻ എ കേസ് നോൺ ആസ് X വേഴ്സസ് Y, അത് 2 വ്യക്തികൾ തമ്മിലുള്ള കേസായിരുന്നു. ആൻഡ് സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? 2 പേരുടെയും പേര് മാസ്ക് ചെയ്തു. ആ പേര് പബ്ലിക് ഡൊമൈനിൽ വരുത്താതെ X വേഴ്സസ് Y എന്ന് കേസിന് തന്നെ പേരിട്ടു. ആൻഡ് ഇൻ ദിസ് കേസ് സുപ്രീം കോർട്ട് പറഞ്ഞു, ചില പർട്ടിക്കുലർ കേസുകളിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടികളുടെ പേര് മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ല. എന്താണ് കേസെന്ന് മറ്റുള്ളവർ അറിഞ്ഞോട്ടെ, ബട്ട് ദ നെയിം ഓഫ് ദ പീപ്പിൾ നീഡ് നോട്ട് ബി ഡിസ്ക്ലോസ് ടു ദ പബ്ലിക്. ആൻഡ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഡയറക്റ്റഡ് ദ രജിസ്ട്രി ഓഫ് സുപ്രീം കോർട്ട്, അതായത് സുപ്രീം കോർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ടീമിനോട് പറഞ്ഞു, ഡിവൈസ് എ മെക്കാനിസം ടു മാസ്ക് ദ നെയിം ഓഫ് ദ പീപ്പിൾ ഹു ആർ ഇൻവോൾവ് ഇൻ ദ കേസ്. അതായത് നമുക്കൊരു കേസ് ഡയറി എടുത്തു വെച്ച് വായിക്കുന്നതിനോ അത് ആക്സസ് ചെയ്യുന്നതിനോ ആർക്കും റെസ്ട്രിക്ഷൻ ഇല്ല. ബട്ട് വെൻ യു ആക്സസ് സച്ച് എ കേസ്, അതിലെ പാർട്ടീസിന്റെ പേരെല്ലാവരും അറിയേണ്ട ആവശ്യകതയില്ല, കേസ് മാത്രം അറിഞ്ഞാൽ പേരറിയേണ്ട. സോ ദാറ്റ് വാസ് എ ജഡ്ജ്മെന്റ് ഗിവൺ ബൈ സുപ്രീം കോർട്ട് ഇൻ 2022. അപ്പോൾ പബ്ലിക് ഡൊമൈനിലെ നെയിം ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നൗ ഇൻ 2023 അണ്ടർ ദ DPDP ആക്ട്, ഇത് നിങ്ങൾക്കറിയാം ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ആണ്, ഇന്ത്യയുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ആണ്. അപ്പോൾ ഈ DPDP ആക്ടിലും സിമിലർലി നമ്മൾ നേരത്തെ കണ്ട യൂറോപ്യൻ യൂണിയന്റെ GDPR ആക്ടിൽ ഉള്ളതുപോലെ റൈറ്റ് ടു ഇറേഷർ, അതായത് നമ്മുടെ പേര് ഈ പറയുന്ന പോലെ പബ്ലിക് ഡൊമൈനിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് എന്ന രീതിയിൽ ദ പീപ്പിൾ ഇൻ ഇന്ത്യ ഹാസ് റൈറ്റ് ടു ഇറേഷർ എന്നുള്ള ഒരു ഐഡിയ ഈ DPDP ആക്ടിൽ പ്രപ്പോസ് ചെയ്തു. പക്ഷെ DPDP ആക്ടിന്റെ ലിമിറ്റേഷൻ എന്താണ്? ദേ ഡിഡ് നോട്ട് സ്പെസിഫിക് അല്ല. അതായത് ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഈ പറയുന്ന റൈറ്റ് ടു ബി ഫർഗോട്ടൺ യൂസ് ചെയ്യാം, ഏതൊക്കെ കാര്യങ്ങളിൽ റൈറ്റ് ടു ബി ഫർഗോട്ടൺ യൂസ് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് നോട്ട് സ്പെസിഫൈഡ് അണ്ടർ ദ DPDP ആക്ട്. ഓക്കെ, അപ്പോൾ സുപ്രീം കോർട്ട് X വേഴ്സസ് Yയിൽ പറഞ്ഞു മാസ്ക് ചെയ്യണം, DPDP ആക്ടും പറഞ്ഞു മാസ്ക് ചെയ്യണം. പക്ഷെ DPDP ആക്ടിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നില്ല. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയും ഏതൊക്കെ ഡൊമൈൻ ഓഫ് കേസസിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ക്ലാരിറ്റി കൊണ്ടുവന്നില്ല. നൗ കംസ് ദ വെരി റീസെന്റ് തിങ് ഇൻ ലക്ഷ്വീർ സിംഗ് യാദവ് വേഴ്സസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത് ഡൽഹി ഹൈക്കോർട്ടിന്റെ ഒരു കേസാണ്. റീസെന്റ് മെയ് 2026 വന്നൊരു കേസാണ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഹൈക്കോർട്ട് ഓഫ് ഡൽഹി ഹൈക്കോർട്ട് എന്ത് പറഞ്ഞു? വി നീഡ് ടു ഫ്രെയിം എ പ്രൊസീജിയർ. നമുക്കൊരു സർട്ടൺ പ്രൊസീജിയേഴ്സ് വേണം. ഏതൊക്കെ കേസുകളിൽ ആൾക്കാരുടെ പേര് ഡിസ്ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ആ കേസിലെ ആരുടെയൊക്കെ പേര് ഡിസ്ക്ലോസ് ചെയ്യണം, അതിലെ എല്ലാ സാക്ഷികളുടെയും പേര് ഡിസ്ക്ലോസ് ചെയ്യണോ, അതുപോലെ തന്നെ അതിലെ വാദിയുടെ പേര്, അതായത് കംപ്ലൈന്റ് ചെയ്ത ആളുടെ പേര് ഡിസ്ക്ലോസ് ചെയ്യണോ, അക്യൂസ്ഡിന്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യണോ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യണോ. സോ വി നീഡ് എ പ്രോപ്പർ പ്രൊസീജിയർ ഫ്രെയിംവർക്ക് ഫോർ ദിസ് പെർട്ടിക്കുലർ മാറ്റർ. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് ഓഫ് ദ ഹൈക്കോർട്ട് ഹാസ് ബീൻ റിവ്യൂഡ് അഗെയിൻ. അതിനെതിരെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഫർദർ കേസുകൾ പോയിരിക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് വൈ നൗ വി ആർ ഡിബേറ്റിംഗ് ഓൺ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദ പ്രൈവറ്റ് മാറ്റേഴ്സ് ആൻഡ് പ്രൈവറ്റ് ഇൻഫർമേഷൻ ഓഫ് ദ സിറ്റിസൺസ് ഇൻ പ്രൈവറ്റ് ഡൊമൈൻ, there is no question right to be forgotten is a fundamental right accepted by everyone. But when it comes to a public matter, what do you think should happen? Erase ചെയ്യണോ അതോ കീപ്പ് ചെയ്യണോ? അപ്പോൾ ഈ ഒരു ഡിബേറ്റിൽ now we need to look into the matter of the debate between Article 21 and Article 19. ഇവിടെ മെയിൻ ആയിട്ടും Article 21 ആണ് നമുക്ക് റൈറ്റ് ടു പ്രൈവസി തരുന്നത്. Article 19 റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഇത് രണ്ടുമാണ് ഇവിടെ കോൺട്രാഡിക്ട് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് യു ഇറ്റ് സെൽഫ് നോ ദാറ്റ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ പല ജഡ്ജ്മെന്റ്സിലൂടെ പറഞ്ഞിട്ടുണ്ട് Article 19 and 21 ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൽ ഏതിനെ നമ്മൾ വാല്യൂ ചെയ്യും? സോ ഹിയർ Article 19 നമ്മൾ ഓൾറെഡി പറഞ്ഞു, Article 21 റൈറ്റ് ടു പ്രൈവസിനെ കോൺട്രാഡിക്ട് ചെയ്യുന്നു. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ സെക്ഷൻസ് ടു ബി സ്പെസിഫിക് 2, 3 and 4 ഇത് മൂന്നും നമ്മളോട് പറയുന്നതാണ് പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനായിട്ട് ഏതൊരു ഇന്ത്യക്കാരനും റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 2, 3 and 4 ഓഫ് RTI പറയുന്നത്. Now, in a judgment Rajgopal versus the state of Tamil Nadu,
1994 സുപ്രീം കോർട്ടിന്റെ കേസാണ്. ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് സുപ്രീം കോർട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രൈവറ്റ് മാറ്റേഴ്സ് ഓഫ് സിറ്റിസൺ ആൻഡ് പബ്ലിക് മാറ്റേഴ്സ് ഓഫ് എ സിറ്റിസൺ cannot be considered as a single item. രണ്ടിനെയും രണ്ടായിട്ട് നമ്മൾ കാണണം. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായി ചെയ്യുന്ന കാര്യങ്ങളും ഞാനൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയി കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനും ഇത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട് നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഷുഡ് ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ദാറ്റ് വാസ് എ ജഡ്ജ്മെന്റ് ഗിവൺ ബൈ ദ സുപ്രീം കോർട്ട് ഇൻ 1994. അപ്പോൾ നൗ വാട്ട് ഹാപ്പൻസ്, ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഇൻഫർമേഷനും വാല്യൂ ചെയ്യുന്ന ആൾക്കാർ പറയുന്നു രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു കേസ് പ്രകാരം പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷൻ ഷുഡ് ബി ട്രീറ്റഡ് സെപ്പറേറ്റ്ലി ആൻഡ് റൈറ്റ് ടു ബി ഫോർഗോട്ടൺ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. സോ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു റൈറ്റ് ടു ബി ഫോർഗോട്ടൺ. ഐ ഹോപ്പ് യു ഗോട്ട് എ പ്രോപ്പർ ഐഡിയ അബൌട്ട് ദിസ് പർട്ടിക്കുലർ മാറ്റർ. നൗ ലെറ്റ് സി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഡൽഹി ഹൈക്കോർട്ടിന്റെ കേസിനെതിരെ സുപ്രീം കോടതി കേസ് ഉപയോഗിക്കുന്നു. ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞിരിക്കുന്നു നമുക്കൊരു സ്പെഷ്യൽ ഫോർമാറ്റ് വേണം. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനകത്ത് കൂടുതൽ പഠനം നടത്താൻ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നു. സോ സൂൺ മേ ബി വിത്തിൻ ഫ്യൂ മന്ത്സ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും വാട്ട് ഈസ് ദ ഫൈനൽ കോൾ ടേക്കൺ ബൈ സുപ്രീം കോർട്ട്, ഗവൺമെന്റ് ആൻഡ് ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. ലെറ്റ്സ് സി വാട്ട് വിൽ ഹാപ്പൻ. നൗ കമ്മിങ് ടു ദ next news and the next important news which was there in the last week's current affairs is with respect to the 130th Constitutional Amendment Act. Sorry, not Amendment Act, my mistake, it is Amendment Bill only. ഇതുവരെ പാസ്സായിട്ടില്ല. അപ്പോൾ പാർലമെന്റ് ഓഫ് ഇന്ത്യയിൽ 2025 പ്രസന്റ് ചെയ്തൊരു ബില്ലുണ്ട്, 130th Constitutional Amendment Bill. What was the intention of the bill? We will start from there. എന്താണ് ഈ ബില്ലിന്റെ ഉദ്ദേശം എന്ന് പറയാം. അപ്പോൾ ബിഫോർ കമ്മിങ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ബിൽ, നിങ്ങൾ തന്നെ 2024 2025 ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലെ ചീഫ് മിനിസ്റ്റേഴ്സ് അതുപോലെ മിനിസ്റ്റേഴ്സ് ദേ വെയർ പുട്ട് അപ്പ് ഇൻ ജയിൽ ഫോർ ഡിഫറെൻറ്റ് കേസസ്. ചിലപ്പോൾ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട സ്മഗ്ലിംഗ് കേസാകാം, അല്ലെങ്കിൽ കറപ്ഷൻ കേസാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസാകാം, ബീറ്റ് എനിത്തിങ്. ചീഫ് മിനിസ്റ്റേഴ്സും ജയിലിലാകപ്പെടുന്നു. 2 മാസം 3 മാസമൊക്കെ ജയിലിൽ കിടക്കുന്നു. പക്ഷെ അവർ രാജിവെക്കുന്നില്ല. ദേ ആർ നോട്ട് റിസൈനിങ്. സോ ദേ ആർ റണ്ണിങ് എ ഗവൺമെന്റ് ഫ്രം വിത്തിൻ എ ജയിൽ. ആൻഡ് നിങ്ങൾക്കറിയാം, വെൻ എ പേഴ്സൺ ഈസ് വിത്തിൻ ദ ജയിൽ, ബീറ്റ് എ ചീഫ് മിനിസ്റ്റർ ഓർ ബീറ്റ് എ നോർമൽ പേഴ്സൺ, ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഔട്ട്സൈഡ്, പുറം ലോകവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലിമിറ്റഡ്. അപ്പോൾ അവിടെ 2 ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മിനിസ്റ്റർ ജയിലിനുള്ളിലാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കണോ? അങ്ങനെ കൊടുത്താൽ മറ്റുള്ളവരുടെ റൈറ്റ് അവിടെ വയലേറ്റഡ് ആവുമല്ലേ, റൈറ്റ് ഇക്വാലിറ്റി വയലേറ്റഡ് ആയില്ലേ? ഇനി മറ്റൊരു ഓപ്ഷൻ, വെൻ എ ചീഫ് മിനിസ്റ്റർ ഓർ മിനിസ്റ്റർ ഈസ് ട്രീറ്റഡ് ഈക്വലി ലൈക്ക് എനി അനദർ പേഴ്സൺ, അതായത് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റ് ചെയ്യുമ്പോൾ വാട്ട് അബൌട്ട് ദ പീപ്പിൾ, ജനങ്ങൾക്ക് ഭരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്രിമാരെയും MLA-മാരെയും MP-മാരെയും സെലക്ട് ചെയ്യുന്നത്. അവർ ജയിലിൽ പോയി കിടക്കാനാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി രാജിവെക്കണ്ടേ? പകരം വേറൊരു വ്യക്തി മന്ത്രിയായിട്ട് വേണ്ടേ? കാരണം നമ്മുടെ പബ്ലിക് മണി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ദേ ആർ സെർവൻസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഈ ഒരു ഡിബേറ്റ് ആണ് 130th Constitutional Amendment Bill അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. So through the 130th Constitutional Amendment Bill, the amendment is proposing a new solution to this particular matter. So ഈ ബില്ല് പറയുവാണ്, ഇഫ് എ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്റർ ഓർ മിനിസ്റ്റർ ഓഫ് ദ സെന്റർ ഓർ ദ സ്റ്റേറ്റ്, മന്ത്രി സ്ഥാനത്തിരിക്കുന്ന സെന്ററിലെയോ സ്റ്റേറ്റിലെയോ യൂണിയൻ ടെറിട്ടറീസിലെയോ ഏതെങ്കിലും ഒരു വ്യക്തി ജയിലിലാകുകയാണെന്ന് വിചാരിക്കുക. Okay, that is the condition. If that person is accused of an offense punishable for 5 or more years of imprisonment, അതായത് ഈ വ്യക്തി ചെയ്യുന്ന കുറ്റം 5 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു ശിക്ഷയാണെന്ന് വിചാരിക്കുക. ആൻഡ് ദ പേഴ്സൺ ഹാസ് ബീൻ അറസ്റ്റഡ് ആൻഡ് ഡീറ്റെയിൻഡ്, അതായത് ജയിലിൽ ഫോർ 30 കോൺസിക്യൂട്ടീവ് ഡേയ്സ്. അതായത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, if a minister of the center or state including chief minister or the prime minister, if that person is jailed for a period of 30 days, 30 ദിവസത്തേക്ക് കണ്ടിന്യൂസ്ലി ജയിലിൽ ഇട്ടു എന്ന് വിചാരിക്കുക. ആൻഡ് എന്തിനു വേണ്ടിയാണ് ജയിലിലിട്ടിരിക്കുന്നത്? ഫോർ എ ക്രൈം ഇൻ വിച്ച് ദ പണിഷ്മെന്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 5 years ഓഫ് ഇംപ്രിസൺമെന്റ്. 5 വർഷമോ അതിൽ കൂടുതലോ പണിഷ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കേസിൽ ഈ പറയുന്ന മന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് 30 ദിവസമായിട്ട് ജയിലിൽ പിടിച്ചിട്ടു എന്ന് വിചാരിക്കുക. Now the Constitutional Amendment Bill says that that particular person should be removed by the president or the governor, അതായത് സെൻട്രലിന്റെ മിനിസ്റ്റർ ആണെങ്കിൽ പ്രസിഡന്റ്, സ്റ്റേറ്റിന്റെ ആണെങ്കിൽ ഗവർണർ, by the president or the governor respectively upon the recommendation of the prime minister or chief minister. അതായത് എന്താണ്, ഇപ്പൊ സെൻട്രലിലെ ഒരു മിനിസ്റ്ററിനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. Now the prime minister is having an option to give advice to the president
ടു റിമൂവ് ദാറ്റ് പെർട്ടിക്കുലർ മിനിസ്റ്റർ. ഓർ അതർവൈസ് സ്റ്റേറ്റിലാണെങ്കിൽ നൗ ദ ചീഫ് മിനിസ്റ്റർ ഈസ് ഹാവിങ് ആൻ ഓപ്ഷൻ ടു ഗീവ് അഡ്വൈസ് ടു ദ ഗവർണർ ടു റിമൂവ് ദാറ്റ് പെർട്ടിക്കുലർ മിനിസ്റ്റർ. സോ ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ. ഓക്കെ, ഇങ്ങനെ ഒരു കേസിൽ ജയിലിൽ ഇടുകയാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർക്ക് റെസ്പെക്റ്റീവ്ലി ഗവർണർ അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കാം ടു റിമൂവ് ദാറ്റ് പെർട്ടിക്കുലർ മിനിസ്റ്റർ ഫ്രം ദ കൗൺസിൽ. അല്ലെങ്കിൽ ഇവർ അഡ്വൈസ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക, അതായത് റിമൂവ് ചെയ്യാനായിട്ട് ചീഫ് മിനിസ്റ്ററും പറഞ്ഞില്ല പ്രൈം മിനിസ്റ്ററും പറഞ്ഞില്ല. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ഓൺ ദ 31st ഡേ, 30 ദിവസമായിട്ട് അവർ ജയിലിൽ കിടക്കുകയാണ്, ഓൺ ദ 31st ഡേ ദേ വിൽ ബി ഓട്ടോമാറ്റിക്കലി, ഓർ ദേ ഷുഡ് ബി, വിൽ ബി എന്നല്ല ബില്ലാണല്ലോ, സോ ദേ ഷുഡ് ബി ഓട്ടോമാറ്റിക്കലി റിമൂവ്ഡ് ഫ്രം ദ പർട്ടിക്കുലർ പോസ്റ്റ്. അതായത് 30 ദിവസം കഴിഞ്ഞു, ജയിലിൽ കിടക്കുകയാണ്, ക്രൈം മോർ ദാൻ 5 years പണിഷ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. സോ ബി ദ പ്രൈം മിനിസ്റ്റർ ഓർ ബി CM ഓർ എനി ഓഫ് ദ മിനിസ്റ്റേഴ്സ്, ദേ ഷാൽ സീസ് ടു ഹോൾഡ് ദാറ്റ് പെർട്ടിക്കുലർ ഓഫീസ്. അവർ പിന്നീട് അങ്ങോട്ട് എന്തല്ല, മന്ത്രി അല്ല. പിന്നീട് മന്ത്രി ആവണമെങ്കിൽ എന്ത് വരണം, അവരുടെ ഈ കേസൊക്കെ കഴിഞ്ഞ് കോടതി അവരെ വിധിക്കണം, ഇവര് കുറ്റവാളി അല്ല എന്നൊക്കെ വിധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് മന്ത്രിയാകാം. സോ ദിസ് ഈസ് ദ 130th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ഫോർ യു. നമ്മൾ ഒരു തരത്തിൽ നോക്കുമ്പോൾ നല്ലതാണ്, കാരണം നമ്മളെ ഭരിക്കുന്നവർ ജയിലിൽ കിടക്കാൻ വേണ്ടിയല്ല നമ്മൾ എലക്ട് ചെയ്തിരിക്കുന്നത്, അവരെ നമ്മൾ എലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താനാണ്. സോ ഇൻ ദാറ്റ് സെൻസ് വെൻ യു ലുക്ക് അറ്റ് ദിസ് പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ, ഇറ്റ് ഈസ് വെരി ഗുഡ്. ഇറ്റ് ഈസ് എ മീൻസ് ടു ഡിക്രീസ് ക്രിമിനലൈസേഷൻ ഇൻ പൊളിറ്റിക്സ്. നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും, പൊളിറ്റിക്സിലുള്ള ക്രിമിനലൈസേഷൻ. അപ്പോൾ ഇതാണ്, ഈ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ബില്ലിന്റെ ഏറ്റവും വലിയ ഇന്റന്റ് എന്ന് പറയുന്നത്. നൗ യു മൈ ബി സീയിങ് എ വീഡിയോ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ വീഡിയോ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന NGO, ആ NGO പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ വാട്ട് ദിസ് വീഡിയോ ഈസ് പോർട്രേയിങ് ഈസ് ദ ഇൻക്രീസിങ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. അതായത് നമ്മളുടെ എംപിമാരെ പറ്റിയാണ് ഈ പെർട്ടിക്കുലർ വീഡിയോ. നമ്മൾ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിടുന്ന എംപിമാർ വെൻ കമ്പയർഡ് ടു 2004, 2009, 14, 2019 ആൻഡ് 2024 ഇവർക്കെതിരെ എത്ര ശതമാനം ആളുകൾക്ക് ക്രിമിനൽ കേസ് ഉണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ പോർട്രേ ചെയ്യുന്നത്. സോ ഐ വിൽ പ്ലേ ഇറ്റ് അഗെയിൻ ഫോർ യു സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് ആർ. സോ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻ 2004, അതായത് 22 years ബിഫോർ, എമംഗ് ദ ടോട്ടൽ MPs ഓഫ് ലോക്സഭ 26% ഓഫ് ദ MPs ഹാഡ് ക്രിമിനൽ കേസ് അഗൈൻസ്റ്റ് ദം. 26%, അതായത് 100 പേരെ എടുത്താൽ 26 പേർക്കെതിരെ എന്തുണ്ടായിരുന്നു, ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു. ആ 26% ആൾക്കാരിൽ 12% ഓഫ് ദം ഹാഡ് സീരിയസ് ക്രിമിനൽ കേസസ്. ക്രിമിനൽ കേസ് പലതരമാകാം, നോർമൽ ഫൈറ്റോ, രണ്ടുപേര് തമ്മിലോ അടിപിടിയോ അങ്ങനെ എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ ഒരു ത്രെട്ട് കൊടുക്കുന്നതാകാം. സീരിയസ് ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ അത് മർഡർ കേസാകാം, അല്ലെങ്കിൽ റേപ്പ് കേസുകളാകാം, അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ ആകാം. അങ്ങനത്തെ ഇതൊക്കെയാണ് ഹയർ കേസുകളാണ് സീരിയസ് ക്രിമിനൽ കേസസ്. സോ ഇൻ 2004, 26% ഓഫ് MPs ഹാഡ് ക്രിമിനൽ കേസസ് അഗൈൻസ്റ്റ് ദം ആൻഡ് 12% ഹാഡ് സീരിയസ് ക്രിമിനൽ കേസസ് അഗൈൻസ്റ്റ് ദം. നൗ ലെറ്റ് us look 2004 നിന്ന് പിന്നീട് ഇയർ മാറി വന്ന് 2009 വന്നപ്പോൾ ആ 26% എന്തായി മാറി, 31% ആയി. 5% കൂടി ക്രിമിനൽസ്. 12% 16% ആയി. അപ്പോൾ നോർമൽ ക്രിമിനൽ കേസസിലും സീരിയസ് ക്രിമിനൽ കേസസിലും നമ്പർ കൂടി. നൗ അഗെയിൻ 2009 കഴിഞ്ഞു, 2014 നമ്മൾ വന്നപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ക്രിമിനൽ കേസസ് 32 നിന്നത് 36 ആയി. സീരിയസ് ക്രിമിനൽ കേസ് 16 നിന്നത് 23% ആയി. അതായത് നമ്മൾ 2004 ആദ്യം നോക്കിയപ്പോൾ 25% അറൗണ്ട് ആയിരുന്നു സാധാ നോർമൽ ക്രിമിനൽ കേസുകളെങ്കിൽ 10 years ആഫ്റ്റർ 2014 എത്തിയപ്പോൾ സീരിയസ് ക്രിമിനൽ കേസസ് ആയി 23%. ക്രിമിനൽ കേസസ് ഈവൻ മച്ച് ഹയർ ആണ്, 36%. നൗ ലെറ്റ് us look at what happened in 2019. 2019 എത്തിയപ്പോഴേക്കും ക്രിമിനൽ കേസസ് ഉള്ള MPമാരുടെ എണ്ണം 44% ആയി. അതായത് അപ്രോക്സിമേറ്റ്ലി സ്പീക്കിംഗ് നമ്മൾ 2 MPമാരെ എലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ കേസ് എക്സിസ്റ്റിംഗ് ആണ്. ഇനി സീരിയസ് ക്രിമിനൽ കേസ് നോക്കുമ്പോഴോ 29%. അതായത് 3 MPമാരെ എടുത്താൽ അതിൽ ഒരാൾക്കെതിരെ വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ കേസാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നൗ ലെറ്റ് us look at the recent parliamentary election, 18th parliamentary election, ലോക്സഭ ഇലക്ഷൻ 2024 വന്നപ്പോൾ നൗ ദ നമ്പർ ഈസ് അഗെയിൻ ഇൻക്രീസ്ഡ്. 46%, 46% MPമാർക്കെതിരെ ക്രിമിനൽ കേസ് ഉണ്ട്. അതിൽ 31% ആൾക്കാർക്കെതിരെ സീരിയസ് ക്രിമിനൽ കേസസ് ആണ്. നൗ ഇമാജിൻ ദ സിറ്റുവേഷൻ. നമ്മൾ ഇതിനു വേണ്ടിയാണോ ഇവരെയൊക്കെ എലക്ട് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഇവരെയൊക്കെ എലക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ആസ് അവർ റെപ്രസെൻറ്റേറ്റീവ്. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഒരു ക്രിമിനൽ കേസ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളായിരിക്കണം. ഈ സൊല്യൂഷൻ, ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 130th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് മുന്നോട്ട് പ്രപ്പോസ് ചെയ്യുന്ന ഐഡിയോളജീസ് എന്ന് പറയുന്നത്. സോ സീമിംഗ്ലി ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്, റൈറ്റ്? ബട്ട് ഇവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്.
നിങ്ങൾ തന്നെ ന്യൂസിൽ പലതവണ കണ്ടിട്ടുണ്ടാവും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ CBI അല്ലെങ്കിൽ മറ്റു പല മെഷേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പല സമയത്തായിട്ട് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിലുള്ള മിനിസ്റ്റേഴ്സിനെ തെറ്റായ കേസുകളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഇഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് എഗെയിൻസ്റ്റ് എനി ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദേ വാണ്ട് ടു റിമൂവ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ? അപ്പോൾ ഒരു കള്ളക്കേസ് കൊണ്ടുവന്ന് 30 ദിവസം ജയിലിലിട്ടാൽ മതി. എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. സോ മിസ്യൂസ് ഓഫ് ദീസ് പ്രൊവിഷൻസ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ മിസ്യൂസ് ചെയ്യുമെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷേ തെറ്റായ ആൾക്കാരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള അധികാരങ്ങൾ കിട്ടിയാൽ മിസ്യൂസിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ വി ഷുഡ് ബി കെയർഫുൾ വെൻ വി ആർ ക്രിയേറ്റിംഗ് സച്ച് പ്യൂണിറ്റീവ് മെഷേഴ്സ് ആസ് പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊരു നോർമൽ ലോയിലല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണഘടനയിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ here we need to know how different committees, how different expert opinions are there with respect to this particular matter. As a civil service aspirant, നമുക്ക് ഇതല്ലേ വേണ്ടത്, നമുക്കൊരു ഫൈനൽ ജഡ്ജ്മെന്റ് കൊടുക്കാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ അസസ് which one is supporting the constitutional morality, which one is against the constitutional morality. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ opinions, valid reasonable opinions in this particular matter, starting with the 23rd law commission. But 23rd law commission പറഞ്ഞു such a measure from the side of the parliament was very good. അതായത് ഇങ്ങനെ ക്രിമിനൽ കേസസ് ഉള്ള ആളുകളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന പ്രോസസ് വി സപ്പോർട്ട് ഇറ്റ്. ദാറ്റ് വാസ് ദ ഒപ്പീനിയൻ ഗിവൺ ബൈ 23rd law commission. സോ നിങ്ങളൊരു മെയിൻസ് ആൻസർ എഴുതുമ്പോൾ ഇഫ് യു വാണ്ട് ടു സപ്പോർട്ട് ദ 130th constitutional amendment bill, then you can say according to the 23rd law commission this particular thing is good for the democracy. Now, സുപ്രീം കോർട്ടിന്റെ 3 കേസസ് ആണ് ഇനി ഇവിടെ ഞാൻ പറയുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ, ബട്ട് ജസ്റ്റ് മേജർ പോയിന്റ്സ് ഡിസ്കസ് ബൈ ദ സുപ്രീം കോർട്ട്. 2014 സുപ്രീം കോർട്ട് പറഞ്ഞു നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടല്ലോ, MP-മാര്, MLA-മാര്, മിനിസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ക്വിക്ലി. കാരണം ഇവരൊക്കെ മന്ത്രിമാരും നമ്മുടെയൊക്കെ റെപ്രസെന്റേറ്റീവ്സും ആണ്. അപ്പൊ ഇവർക്കെതിരെ ഒരു കേസ് വന്നാൽ 8-10 വർഷം കഴിഞ്ഞിട്ടല്ല ആ കേസിന്റെ വിധി വരേണ്ടത്. എത്രയും പെട്ടെന്ന് വിധി വന്നാലാണ് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ശരിയാണോ തെറ്റാണോ ചെയ്യുന്നത് എന്ന് നമുക്കറിയാൻ പറ്റൂ. സോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്രിമിനൽ കേസസ് ഉള്ള MP-മാരുടെ സച്ച് കേസസ്, MP-മാരുടെ MLA-മാരുടെ സച്ച് കേസസ് ഷുഡ് ബി കംപ്ലീറ്റഡ് ക്വിക്ലി. അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014 കേസ് പറയുന്നത്. നൗ സിമിലർ നെയിമിലുള്ള മറ്റൊരു കേസ് 2018 പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018. അപ്പോൾ ഈ ഒരു കേസിൽ സുപ്രീം കോർട്ട് പറയുവാണ് പാർലമെന്റ് ഷുഡ് മേക്ക് എ ലോ ടു പ്രിവെന്റ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. അതായത് രാഷ്ട്രീയക്കാരിലെ ക്രിമിനലൈസേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മന്ത്രിമാരും MLA-മാരും MP-മാരും ആകാതിരിക്കുവാൻ വേണ്ടി പാർലമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സോ ഒബ്വിയസ്ലി വി നോ സുപ്രീം കോർട്ടിന് അത് പറയാം, പാർലമെന്റ് ചെയ്യോ ഇല്ലയോ വി നോ. സോ അങ്ങനെ ഒരു ഒപ്പീനിയൻ സുപ്രീം കോർട്ടിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ കമ്പയറിംഗ് ടു ദാറ്റ് ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് 130th constitutional amendment bill is very good. Now there is a case known as Manoj Narula versus Union of India. I think this case might be new to you. So in Manoj Narula versus Union of India, സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിയാണ്, നമുക്കൊരു വ്യക്തി കുറ്റവാളി ആകാത്തിടത്തോളം കാലം അയാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ബിക്കോസ് എ പേഴ്സൺ ഈസ് അറസ്റ്റഡ് we cannot punish that particular person. കുറ്റവാളിയാണെന്ന് തെളിയണം. ബട്ട് എ പേഴ്സൺ ഹു ഈസ് അറസ്റ്റഡ് ഹാസ് മോറൽ റെസ്പോൺസിബിലിറ്റി. ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ഇതൊക്കെ പൊളിറ്റീഷ്യൻസ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, മുഖ്യമന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ. സോ മോറൽ റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി അപ്ഹെൽഡ് ബൈ പൊളിറ്റീഷ്യൻ. നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് ഉണ്ടോ, യു ഷുഡ് നോട്ട് കണ്ടസ്റ്റ് ദ ഇലക്ഷൻ. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്കെതിരെയുള്ള വിധി വന്ന് നിങ്ങൾ കുറ്റവാളിയല്ല എന്ന് തെളിഞ്ഞ ശേഷം യു മേ കണ്ടിന്യൂ, നിങ്ങൾ ഇലക്ഷന് മത്സരിച്ചോ. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഒപ്പീനിയൻ, ജഡ്ജ്മെന്റ് അല്ല, ഒപ്പീനിയൻ ഗിവൺ ബൈ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻ മനോജ് നരുള വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014. നൗ നമുക്ക് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ വൺ മോർ തിങ് വിച്ച് ഐ മിസ്ഡ് ഔട്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും 2016 സിമിലർ റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. അതായത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെ ഇലക്ഷനിൽ മത്സരിപ്പിക്കാതിരിക്കണം, അതിനുവേണ്ടി നിയമം പാസ്സാക്കണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2016 ഒരു റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. സോ നൗ വി നീഡ് ടു അഡ്രസ് why this particular 130th constitutional amendment bill is concerning. ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഓഫ് 2013 വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ്. നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കേസിൽ നമ്മളൊക്കെ പഠിച്ചത് എന്താണ്? When an elected representative is convicted, the person should be disqualified immediately. അതായത് ഒരു വ്യക്തി, ഒരു MP അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ ഒരു മന്ത്രി ഒരു കേസിൽ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ ആ മൊമെന്റിൽ ആ വ്യക്തിക്ക് ആ MP സ്ഥാനവും മന്ത്രിസ്ഥാനവും നഷ്ടപ്പെടണം. ഇതാണ് ലില്ലി തോമസ് കേസിൽ പറയുന്നത്.
പക്ഷെ ഇതേ കേസിൽ സുപ്രീം കോടതി ഒരു കാര്യം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ഓൺലി ഇഫ് ദേ ആർ കൺവിക്റ്റഡ് എന്നുകൂടി സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അവർ പ്രതിയാണെന്ന് തെളിഞ്ഞാൽ മാത്രം നമ്മൾ അവരെ പണിഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ അവരെ പണിഷ് ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞ് നമ്മൾ ഒരു വ്യക്തിയെ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പുറത്താക്കി. 2 കൊല്ലം കഴിയുമ്പോൾ പറയുവാണ് ദാറ്റ് പേഴ്സൺ വാസ് ഇന്നസെന്റ്, ആ വ്യക്തിയെ അറിയാതെ അറസ്റ്റ് ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് നടന്ന കാര്യം റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ദാറ്റ് കേസ് സുപ്രീം കോർട്ട് സ്പെസിഫൈസ് ദാറ്റ് കൺവിക്ഷൻ ഈസ് മാൻഡേറ്ററി ഫോർ ഡിസ്ക്വാളിഫിക്കേഷൻ. നൗ ദർ ഇസ് എ പ്രിൻസിപ്പിൾ, ലീഗൽ പ്രിൻസിപ്പിൾ ഉണ്ട്, നമ്മൾ ഇന്ത്യയിലും ലോകത്തെ പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. അതായത് അൺലെസ് പ്രൂവൺ, ഒരു കേസ് തെളിയുന്നിടം വരെ ആ കേസിലെ കുറ്റം ആരോപിക്കപ്പെട്ട അക്യൂസ്ഡ്, അൺലെസ് പ്രൂവൺ ദ അക്യൂസ്ഡ് ഈസ് ഇന്നസെന്റ് എന്നുള്ളതാണ് ഈ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന ഡോക്ട്രൈൻ മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു മന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഒരു കേസിൽ അറസ്റ്റ് ആയി എന്ന് പറയുന്നതിന്റെ പേരിൽ നമ്മൾ ആ വ്യക്തിയെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് ശരിയോ തെറ്റോ? തിങ്ക് അബൌട്ട് ദാറ്റ്. നൗ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ, 130th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലിനെ പറ്റി പഠിക്കാൻ വേണ്ടി ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പേഴ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് എ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വാസ് ക്രിയേറ്റഡ്. ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ലാസ്റ്റ് വീക്കിൽ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന വീക്ക് ഓഫ് കറണ്ട് അഫയേഴ്സ്, ആ വീക്കിൽ ദേ സബ്മിറ്റഡ് എ റിപ്പോർട്ട് ആൻഡ് ദേ പ്രപ്പോസ് ദ ഐഡിയ ഓഫ് സസ്പെൻഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്മിസൽ. അതായത് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ മന്ത്രിയെ പുറത്താക്കുന്നതിന് പകരം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുക, എന്നിട്ട് കേസിൽ പിന്നീട് കുറ്റവാളി ആണെങ്കിൽ ഡിസ്മിസ് ചെയ്യുക, കുറ്റവാളി അല്ലെങ്കിൽ തിരിച്ചെടുക്കുക. സോ ദിസ് വാസ് ദ പ്രപ്പോസൽ ഗിവൺ ബൈ ദ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഓൺ ദ 130th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ. സൗണ്ട്സ് റീസണബിൾ, റൈറ്റ്? കുറ്റവാളി ആണെങ്കിൽ നമുക്ക് പുറത്താക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ ചെയ്യണ്ടല്ലോ. സോ ദിസ് ഈസ് ദ കറന്റ് ഡിബേറ്റ് ഓൺ വെദർ എ മിനിസ്റ്റർ ഷുഡ് ബി ഡിസ്മിസ്ഡ് ഫ്രം ദ സർവീസ് ഫോർ ഗെറ്റിംഗ് അക്യൂസ്ഡ് and getting arrested and being jailed for a time period of 30 days. So what do you think should be done? Minister പുറത്താക്കണോ അതോ നമ്മൾ വെയിറ്റ് ചെയ്യണോ? It's your opportunity to think now. Thank you and have a nice day. Amrita IAS Academy.